വിജയത്തിന് പിന്നിലെ കാര്യം മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ പ്രവൃത്തികളെ അന്ധമായി പകർത്തി ഒരു വിജയം കൈവരിക്കാൻ കഴിയില്ല. ഇന്ന് കേരള രാഷ്ട്രീയത്തിലും സമാനമായ ഒന്ന് നമുക്ക് കാണാൻ കഴിയും. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കേരള മാതൃക എന്നത് ഒരു സമാനതകളില്ലാത്തൊരു വിജയം തന്നെയാണ്. അത് കണ്ട് കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ ഭാഷ അനുകരിച്ചെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നതായി സ്വയം അവതരിപ്പിച്ചു നോക്കുകയാണ്. വി.ഡി. സതീശൻ ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് ലെഫ്റ്റ് ആണ് എന്നും ഇനി തുടങ്ങി പുതിയ രാഷ്ട്രീയമാണെന്നും. വേറൊന്ന്, കേരളം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ തന്നെ കൂടുതൽ വ്യവസായ ഫ്രണ്ട്ലിയായ സംസ്ഥാനമായി മാറി. അപ്പോൾ കോൺഗ്രസും വ്യവസായത്തെ ആസ്പദമാക്കിയ ഒരു ഓഫർ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കേട്ടുനോക്കൂ. Up to 5 lakh interest-free loans for youngsters who want to start their businesses. യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപ വായ്പ നൽകുമെന്ന വാഗ്ദാനം സഹായകരമായി തോന്നാം. പക്ഷേ വലിയ പ്രശ്നം ആ ബിസിനസ്സുകൾ നിലനിൽക്കേണ്ട സാമ്പത്തിക അന്തരീക്ഷമാണ്. വലിയ വ്യാവസായിക കപ്പലുകൾക്ക് കടൽ നിയന്ത്രിക്കാൻ അനുവദിക്കുമ്പോൾ ഒരു യുവ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ചെറിയ ബോട്ട് നൽകുന്നത് പോലെയാണിത്. ആ സാഹചര്യത്തിൽ വായ്പ യുവ സംരംഭകരെ യഥാർത്ഥത്തിൽ ശാക്തീകരിക്കുന്നില്ല. പകരം ശക്തമായ കുത്തകകൾക്കെതിരെ ബിസിനസ് നിലനിൽക്കാൻ കഴിയാത്തപ്പോൾ അത് അവരെ കടത്തിലേക്ക് തള്ളിവിടും. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത് ഇടതുപക്ഷക്കാർ പറയുന്നതൊക്കെ പറഞ്ഞാൽ ലെഫ്റ്റായി എന്നാണ്. ഇടതുപക്ഷത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പാർട്ടി ഇടതുപക്ഷമാകുന്നില്ല. ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങളല്ല, അത് വെറും പ്രഖ്യാപനങ്ങളല്ല. അത് ശക്തമായ പൊതുസ്ഥാപനങ്ങൾ, പൊതു ആരോഗ്യ സംരക്ഷണം, പൊതുവിദ്യാഭ്യാസം, ഭൂമി അവകാശങ്ങൾ എന്നിവയിലൂടെയൊക്കെ കെട്ടിപ്പടുത്തിയിട്ടുള്ളതാണ്. ചരിത്രപരമായി ഈ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയോ അവഗണിക്കുകയോ ചെയ്ത കോൺഗ്രസ് പാർട്ടി പെട്ടെന്ന് കൂടുതൽ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുമ്പോൾ അതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നു. ഇത് ജനകേന്ദ്രീകൃത രാഷ്ട്രീയത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയാണോ, അതോ അവർ എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മാതൃകയുടെ വിജയം അനുകരിക്കാനുള്ള ശ്രമമാണോ? ഈ അനുകരണങ്ങൾ കണ്ടപ്പോൾ എന്റെ അമ്മ പാടാറുള്ള പഴയൊരു സിനിമാ ഗാനം കഥകഥ പൈങ്കിളിയും എന്ന് തുടങ്ങുന്ന പാട്ടിലെ കഥ പോലെ തോന്നി. വീണ്ടും കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിന്റെ വളർച്ച കണ്ട് രാഹുൽ ഗാന്ധിയുടെ വക പ്രഖ്യാപനം, എല്ലാവർക്കും ഇൻഷുറൻസ് അടിസ്ഥാനത്തിലുള്ള ആരോഗ്യ പരിചരണം നൽകുമെന്ന്. So we are going to name the new health insurance scheme for Kerala after Oommen Chandy ji, and that is going to provide 25 lakh rupees of insurance for every household. ആദ്യ കേൾവിയിൽ ഇത് എന്തോ ആരോഗ്യ മേഖലയിലേക്കുള്ള ക്ഷേമ പരിപാടിയാണെന്ന് തോന്നാം. അത് ജനക്ഷേമമായിട്ടുള്ളതേ അല്ല എന്ന് മാത്രമല്ല, ജനവഞ്ചനയുമാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഇവിടെ ക്ഷേമം കുത്തക മുതലാളിമാർക്കാണ്, ജനങ്ങൾക്കല്ല. ഫലത്തിൽ പൊതുപണം നികുതിദായകരിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനികളിലേക്കും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിലേക്കും പോകും. പൊതു ആശുപത്രികളെ ശക്തിപ്പെടുത്തുന്നതിനു പകരം പൊതു ഫണ്ടുകൾ സ്വകാര്യ ആരോഗ്യ സംരക്ഷണ വ്യവസായത്തിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രത്യേക ചാനൽ ഉണ്ടാക്കിയെടുക്കാൻ ആണ് ഈ പദ്ധതി. നമുക്ക് കേരളത്തിൽ ഈ പ്രത്യേക ഇൻഷുറൻസ് ചാനൽ അല്ല വേണ്ടത്. പൊതു ആശുപത്രികൾക്ക് തന്നെ നേരിട്ട് സാർവത്രിക ആരോഗ്യ സംരക്ഷണം, അതായത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ നൽകാൻ കഴിയും. അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കേൾക്കുമ്പോൾ എന്തോ ഗംഭീര കാര്യം ചെയ്യുകയാണെന്ന് തോന്നും. കാര്യം എന്തെന്നാൽ തട്ടിപ്പ് തന്നെ, ബേസിക്കലി അഴിമതി. അത് കോൺഗ്രസ് ഇപ്പോഴേ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഇടതുപക്ഷം യൂണിയൻ ഗവൺമെന്റുകളുടെ നയങ്ങളെയും അന്താരാഷ്ട്ര കുത്തക മുതലാളിമാരുടെ നയങ്ങളെയും പ്രതിഷേധിക്കാറുണ്ട്. കോൺഗ്രസ് ഇനി അതിന്റെ കുറവ് വേണ്ട എന്ന് കരുതിയിട്ടാവും ഒരു കാര്യവുമില്ലാതെ ഇലക്ഷൻ ലാക്ക് കണ്ടു മാത്രം ഇതുവരെ ഇല്ലാത്തൊരു പ്രൊട്ടസ്റ്റ്, സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെ കൂട്ടായ ആക്രമണങ്ങൾ നടത്തുക. ഈ പ്രതിഷേധങ്ങളിൽ പലതും ഗവൺമെന്റ് സ്ഥാപനങ്ങളെ തന്നെ ലക്ഷ്യം വെക്കുന്നതും മന്ത്രിമാർക്കെതിരായ വ്യക്തിപരമായ ആക്രമണങ്ങളുമാണ്. യഥാർത്ഥ പ്രതിഷേധം സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിനെ കുറിച്ചല്ല വേണ്ടത്, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് വേണ്ടത്. ഗവൺമെന്റിന്റെ പങ്കാളികളായി ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ അത് ഉത്തരവാദിത്വം വളർത്തും. എന്നാൽ പ്രതിഷേധങ്ങൾ വെറും അനുകരണമോ രാഷ്ട്രീയ നാടകമോ ആകുമ്പോൾ ഫലം വിപരീതമാകും. ഇത് വീണ്ടും ആ കഥകഥ പൈങ്കിളിയുടെ കഥയെ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ കാര്യങ്ങളുടെയും ഒരു ശൃംഖലയിലൂടെയാണ് ആ പൈങ്കിളി വിജയിച്ചത്. സാഹചര്യം മനസ്സിലാക്കാതെ മറ്റൊരു കിളി പ്രവൃത്തികൾ പകർത്താൻ ശ്രമിച്ചപ്പോൾ വെരി സൂൺ മൂർഖപാമ്പിന്റെ തന്നെ കടി കിട്ടിക്കോളും. ഇടതുപക്ഷ വാക്കുകൾ പ്രയോഗിക്കലല്ല ഇടതുപക്ഷ നയം. ഇടതുപക്ഷ സർക്കാർ എന്നാൽ അത് ജനങ്ങളാണ്, ജനങ്ങളുടെ ആധിപത്യമാണ്, ജനങ്ങളാണ് മുകളിൽ. അതിനാൽ മറ്റാരുണ്ട്? LDF അല്ലാതെ. ഇടതുപക്ഷം തുടരണം.